ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വിജുവാല 2.0. പ്ലസ് ടു അക്കൗണ്ടൻസിൽ ഓണപരീക്ഷയ്ക്കുള്ളൊരു ക്വിക്ക് റിവിഷൻ വീഡിയോ ആണിത്. നമ്മളെല്ലാ സബ്ജക്റ്റിനും ചെയ്യുന്നത് പോലെ തന്നെ അക്കൗണ്ടൻസിക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് തിയറി പ്രോബ്ലംസ് എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്ത് കാണിക്കുന്നത് എല്ലാം ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ ലാസ്റ്റ് ഒരു പ്രിപ്പറേഷൻ ഉള്ള പോലെയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. എത്രയും വേഗം കാണാനായിട്ട് ശ്രദ്ധിക്കുക. നാളെ ഉച്ചയ്ക്കാണ് എല്ലാവർക്കും എക്സാം, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ്. ഇവിടെ എന്താണ് പാർട്ട്ണർഷിപ്പ് എന്നുള്ളത് പഠിക്കണം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺ ഹാവ് അഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ഓക്കെ, ഇതിന് നമ്മൾ പറഞ്ഞിരുന്നത് ഫീച്ചേഴ്സ് ടു ഓർ മോർ പേഴ്സൺ ഉണ്ടായിരിക്കണം, എഗ്രിമെൻറ്റ് വേണം, ബിസിനസ് ഉണ്ടായിരിക്കണം, മ്യൂച്വൽ ഏജൻസി, ഷെയറിംഗ് പ്രോഫിറ്റ്, അതുപോലെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. ദെൻ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് റിട്ടൺ ഡോക്യുമെൻ്റ് ആണ്, വിച്ച് കണ്ടെയ്ൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്. ദിസ് അഗ്രിമെൻറ്റ് ഈസ് കോൾഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. കണ്ടൻസ് പഠിക്കുക. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഫേം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി പാർട്ട്നേഴ്സ്, ദെൻ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, ദ അക്കൗണ്ടിങ് പീരീഡ്, ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് തുടങ്ങിയ പ്രോഫിറ്റ് ലോസ് എങ്ങനെ ഷെയർ ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, സാലറി, കമ്മീഷൻ, അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ടോപ്പിക് അതിൻ്റെ കണ്ടൻ്റ് ആയിരിക്കും. ദെൻ ഇഫ് ദർ ഈസ് നോ പാർട്ട്ണർഷിപ്പ് ഡീഡ്, അല്ലെങ്കിൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് ഡീഡ് എഗ്രിമെൻ്റ് ഒന്നുമില്ല എങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റൊക്കെ ഷെയർ ചെയ്യുക? ഈക്വലി ഷെയർ ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ കൊടുക്കേണ്ട ആവശ്യമില്ല, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സോ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസസ് 6% ആണ്. ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസസും ഇൻട്രസ്റ്റ് ഓൺ ലോണും സെയിം ആണ് കേട്ടോ. റെമ്യൂണറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നോക്കാം. ഇനി ഇവിടെ ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. ഫിറോസ് ആൻഡ് ഷഹീൻ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. ദ ഫേം ഡിഡ് നോട്ട് ഹാവ് എനി പാർട്ട്ണർഷിപ്പ് ഡീഡ്. സ്പെസിഫൈ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ആർ ടു ബി ട്രീറ്റഡ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അതായത് ഷെയറിംഗ് പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ് ഗിവൺ ബൈ ഫിറോസ് ടു ദി ഫേം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരാം? സംശയം വരാം. അപ്പോൾ എന്താണ് നമ്മൾ ആ പഠിച്ച റൂൾ ആലോചിക്കുക. പ്രോഫിറ്റും ലോസും ഈക്വലി ഷെയർ ചെയ്യുക. മറ്റേത് 6% ആണ് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രശാന്ത് ആൻഡ് ജിനീഷ് ആർ പാർട്ട്നേഴ്സ്, ഡു നോട്ട് ഹാവ് എനി പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്. വാട്ട് ഷുഡ് ഡൺ ദ ഫോളോയിങ് കേസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾക്ക് സംശയം വരാറുണ്ട്, ചോദിച്ചിട്ട് കിട്ടാതെ വരാറുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, പ്രശാന്ത് സ്പെൻഡ് ദ ടൈം ദാറ്റ് ജനീഷ് ഡിവോട്ട് ടു ദ ബിസിനസ്. പ്രശാന്ത് ക്ലെയിംസ് ദാറ്റ് ഷുഡ് ഗെറ്റ് എ സാലറി 3,000 പെർ മന്ത് ഫോർ ഹിസ് എക്സ്ട്രാ ടൈം സ്പെൻഡ്. അതായത് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ പ്രശാന്തിന് എന്ത് കിട്ടില്ല? സാലറി കിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ സാലറി 3,000 രൂപ പെർ മന്ത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അവിടെ വിചാരിക്കും എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പോലെ ഇക്വേഷൻസൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രോബ്ലംസ് പോലെ ചെയ്ത് കാണിക്കണമെന്ന്. സെക്കൻഡ് വൺ നോക്കിയാൽ, പ്രശാന്ത് വാണ്ട് ടു ഇൻട്രൊഡ്യൂസ് ഹിസ് സൺ ഷിനിയോ ആസ് എ പാർട്ട്ണർ. അപ്പോൾ എന്താണ്? ഷിനിയോ വിൽ നോട്ട് ബി അഡ്മിറ്റഡ് പാർട്ട്ണർ. കാരണം എന്താ? അതായത് മകൻക്ക് 18 വയസ്സാവുന്നത് വരെ നമുക്കൊരു പാർട്ട്ണർഷിപ്പിലേക്ക് എഗ്രിമെൻറ്റ് പ്രകാരം കയറ്റാൻ പറ്റില്ല. ദെൻ അതുപോലെ തന്നെയാണ് സ്പെഷ്യൽ ആക്ട്. അതായത് നമുക്കിപ്പോൾ പാർട്ട്ണർ ക്ലെയിം ചെയ്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ തന്നിട്ടുണ്ട്. എക്സാമിൻ വെൻ എവർ ഹെർ ആർഗ്യുമെൻറ്റ്, അതായത് ഓരോരുത്തർ പറയുന്ന ആർഗ്യുമെൻറ്റ് ശരിയാണോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഇതിന് സെയിം ഒരു ചോദ്യമാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ഈക്വലി ഷെയർ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്രയാണ്? 6%. കണ്ടോ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6% ആണ്. പ്രോഫിറ്റ് ഈക്വലി ഷെയർ ചെയ്യാം. പിന്നെ പെർ മന്ത് സാലറി കൊടുക്കേണ്ട ആവശ്യമില്ല. സെയിം 3 ക്വസ്റ്റ്യനും ഒരേപോലെ കേട്ടോ. ദെൻ ഫിക്സറും ഫ്ലക്ച്വേറ്റിംഗ് 2 മെത്തേഡിൽ നമുക്ക് എന്ത് തയ്യാറാക്കാനായിട്ട് വരാം? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാൻ വരാം. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അതുപോലെ കറൻറ്റ് അക്കൗണ്ട് വരുന്നത് ഫിക്സഡ് മെത്തേഡിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ക്യാപിറ്റൽ മാത്രം എഴുതാം. കണ്ടോ, എന്നിട്ട് ബാലൻസ് ചെയ്തിടാം. കറൻറ്റ് അക്കൗണ്ടിൽ ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും പാർട്ട്നേഴ്സിൻ്റെ കറൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ഏതൊക്കെയാണ് വരിക, ഡെബിറ്റ് സൈഡിൽ ഏതൊക്കെയാണ് വരിക എന്നുള്ളത്. ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും മാത്രം ഡെബിറ്റ് സൈഡിൽ, ബാക്കിയൊക്കെ ക്രെഡിറ്റ് സൈഡിലാണ് കേട്ടോ. ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് പ്രകാരം ഒരേ അക്കൗണ്ടാണ്, അവിടെ എല്ലാം നമ്മൾ ആ ഒരു അക്കൗണ്ടിലാണ് എഴുതുക. ഡിഫറൻസ് എല്ലാവരും പഠിച്ചെന്ന് വിചാരിക്കുന്നു. തിയറിയിലും ഷുവർ ക്വസ്റ്റ്യൻസിലൊക്കെ മിസ്സിട്ടിരുന്നു, അത്രയും ഷുവറാണ്. ദെൻ നമുക്കൊരു ഇല്ലിസ്ട്രേഷൻ നോക്കാം. രാജീവും പ്രദീപും പാർട്ട്നേഴ്സാണ്. 2:1 ആണ് റേഷ്യോ. അവരുടെ ക്യാപിറ്റൽ 5 lakh 3 lakh ആണ്. പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് പാർട്ട്നേഴ്സ്. ഇതിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കണം. 5 lakh × 8% ഒക്കെ വെച്ചിട്ട്. ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 7,000 സാലറി, കമ്മീഷൻ തന്നിട്ടുണ്ട്. പ്രോഫിറ്റ്
ബിഫോർ ദ അഡ്ജസ്റ്റ്മെൻറ്റ് 24,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം അവരുടെ ക്യാപിറ്റൽ എഴുതി, ദെൻ ഇത് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിലാട്ടെ, ക്യാപിറ്റൽ എഴുതി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതി, സാലറി എഴുതി, കമ്മീഷൻ എഴുതി. ഈ P&L അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ 24,000 അവരുടെ റേഷ്യോ ഉണ്ടാവുമല്ലോ 2:1. ആ 2:1 വീതിച്ച് കൊടുത്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ അപ്രോപ്രിയേഷൻ കിട്ടിയത്. പിന്നെ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഡ്രോയിങ്സും തന്നിട്ടുണ്ട്, ബാലൻസ് ക്യാരി ഡൗൺ ചെയ്ത് കൊടുക്കുക. കണ്ടോ, വേറെ വിഷയങ്ങളൊന്നും അവിടെ വരുന്നില്ല. സെയിം ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതേപോലൊരു ചോദ്യം നിങ്ങൾ ചെയ്ത് നോക്കി വെക്കുക, ചെയ്യാൻ പറ്റുന്നവർ. അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇവിടെ നമുക്ക് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് 3 lakh 2 lakh. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഫിക്സഡ് മെത്തേഡിലാണ്. കണ്ടോ, ഫിക്സഡ് മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുത്തു, അതിൽ അഡീഷണൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാപിറ്റലും കൂടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, ആഡ് ചെയ്ത് കൊടുക്കുക. കറണ്ട് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം? കണ്ടോ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആദ്യം 15 ലക്ഷത്തിന് 1 കൊല്ലം കണ്ടുപിടിക്കുക. പിന്നെ അഡീഷണൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 3 ലക്ഷം 6 മാസത്തിനാണ്. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് എവിടെ എഴുതുന്നത്? ഇവിടെ എഴുതുന്നത്. കണ്ടോ, നമ്മളത് വർക്കിംഗ് നോട്ടിലൊന്ന് കണ്ടു വെച്ച് കൊടുക്കുക കേട്ടോ. അതായത് അഡീഷണൽ ക്യാപിറ്റൽ ഉള്ളത് കൊണ്ട്, ഡേറ്റ് ഒക്കെ തന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിച്ചത്. ഇത് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിലാണ്. ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ എല്ലാം, അതായത് അഡീഷണൽ ക്യാപിറ്റലും ഒക്കെ ഒരൊറ്റ അക്കൗണ്ടിൽ എഴുതാം. ഓക്കെ, ദെൻ സെയിം ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനൊക്കെയാണ്. ഇനി നമുക്ക് ഈ പാഠത്തിൽ നോക്കാനുള്ളത് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണെന്നുള്ളതുണ്ട്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അവിടെ പ്രോഫിറ്റ് എങ്ങനെയാണ് പാർട്ട്നേഴ്സിന് വിധിച്ചു കൊടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഫോർ ട്രാൻസ്ഫർ, അതിൻ്റെ ജേണൽ എൻട്രി ജസ്റ്റ് നോക്കുക. നമ്മൾ എഴുതുന്നതിനനുസരിച്ച് നോക്കിയാൽ മതിയാവട്ടെ, അത് എളുപ്പമാണ്. ഓക്കെ, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ പ്രൊഫോമ നോക്കുക. ഇവിടെ പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും മാത്രമാണ് വരിക. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ അതൊക്കെ വരും. അപ്പോൾ ഇതിൽ എഴുതാത്ത 2 ഐറ്റം ഏതാണ്? ക്യാപിറ്റലും ഡ്രോയിങ്സും ആണ്. ദെൻ നമുക്കൊരു ചോദ്യം നോക്കി നോക്കാം. അമിത്, ബാബു, ചാരു ആർ സെറ്റപ്പ് എ പാർട്ട്ണർഷിപ്പ് ഫേം. ദേ കോൺട്രിബ്യൂട്ടഡ് 50,000, 40,000, 30,000. ക്യാപിറ്റലാണ്. അവരുടെ റേഷ്യോ തന്നിട്ടുണ്ട്. പിന്നെ ബാബുവിന് കമ്മീഷൻ ഉണ്ട്, അമിത്തിന് സാലറി ഉണ്ട്, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% ആണ്. ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. ദെൻ നെറ്റ് പ്രോഫിറ്റും തന്നിട്ടുണ്ട് 35,660 എന്നുള്ളത്. എങ്ങനെയാണ് അപ്രോപ്രിയേഷൻ തയ്യാറാക്കുക? ഇറ്റ് സ്റ്റാർട്ട് വിത്ത് നെറ്റ് പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഈ 2 ഐറ്റംസ് ആണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ഡെബിറ്റ് സൈഡിൽ സാലറി പെർ മന്ത് ആണ്, അപ്പോൾ ഇൻറ്റു 12 ചെയ്യുക. കമ്മീഷൻ അതേപോലെ എടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുക, ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ റേഷ്യോയിൽ, ഈ 12,000 എന്ന് പറയുന്നത് ബാലൻസിങ് ഫിഗറാണ്, അത് അവരുടെ റേഷ്യോയിൽ നമ്മൾ വിധിച്ചു കൊടുത്തു. കേട്ടോ, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കരുത് കേട്ടോ. സെയിം ഇതുപോലത്തെ വേറൊരു ചോദ്യം P&L അപ്രോപ്രിയേഷൻ ആണ്. ഇവിടെയും നെറ്റ് പ്രോഫിറ്റ്, സാലറി, ഇൻട്രസ്റ്റ് ഓൺ ലോണൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാനേജേഴ്സിൻ്റെ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്, നോക്കി വെക്കാം. അതായത് ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ നമുക്ക് മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട്, അതായത് ആനുവൽ സാലറി കൊടുത്തു കഴിഞ്ഞ് പ്രോഫിറ്റൊക്കെ തന്നു കഴിഞ്ഞ ശേഷം ബാബു സാലറി എമൗണ്ട് 12,500, എ പ്രൊവിഷൻ ഓഫ് 5% ഈസ് ടു ബി മെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് കമ്മീഷൻ ടു ദ മാനേജർ. അതായത് പ്രോഫിറ്റിൻ്റെ 5% എന്ന് പറയുമ്പോൾ നമുക്ക് 15,000 പ്രോഫിറ്റ്, അതിൻ്റെ 5% എത്രയാണ്? 750. അത് കമ്മീഷൻ പോലെ ഇവിടെ കൊടുക്കണം എന്ന് പറയാം. അപ്പോൾ നിങ്ങളത് കൊടുക്കുക. അത് ഇവിടെ എമൗണ്ടിൻ്റെ പകരം 5% പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും അതുപോലെ തന്നെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും കൂടി ഒരുമിച്ച് ചോദിക്കാം. ഓക്കെ, ദെൻ അടുത്തത്, ഇതൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ പ്രോബ്ലംസ് ആണ്. നമ്മളിതിൻ്റെ അസൈൻമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അതായത് പ്രോബ്ലംസൊക്കെ നിങ്ങൾ 1-2 അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവണം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താ? ക്യാപിറ്റൽ എമൗണ്ട് ഉണ്ട് പെർസെൻറ്റേജ് ഇൻറ്റു പീരീഡ്. പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു 3 മാസത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രോബ്ലം വീഡിയോയിൽ ചെയ്തിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇവിടെ നോക്കുക ഒരു ക്വസ്റ്റ്യൻ. മോഹിനി, രശ്മി ആൻഡ് നവീൻ entered into a partnership bringing 3 lakh, 2 lakh, 1 lakh respectively into the business. They decided to share the profit and losses equally and agreed that interest on capital will be provided at 10%. എന്താണ് അവരുടെ എമൗണ്ട്? ഇൻറ്റു 10% കണ്ടാൽ മതി, കാരണം ഒരു വർഷത്തിന് അത് തന്നെയാണ് എമൗണ്ട്. ഇനി ഇവിടെ നമ്മൾ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പോൾ ജോഷ് കൃഷിപ്പ് ഇവിടെ 3:1 അവരുടെ റേഷ്യോ ഒരു ക്യാപിറ്റലൊക്കെ തന്നിട്ടുണ്ട്. അറ്റ് ദ എൻഡ് ആണ്, കണ്ടോ, അറ്റ് ദ എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ അതെന്താണ്? അത് ഓപ്പണിംഗ് ക്യാപിറ്റൽ അല്ല, ക്ലോസിങ് ക്യാപിറ്റലാണ്. ആ ക്ലോസിങ് ക്യാപിറ്റലിൻ്റെ കൂടെ ഡ്രോയിങ്സും
അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് അഡീഷണൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യുക. പ്രോഫിറ്റ്, കമ്മീഷൻ, സാലറി ഒക്കെ ഉണ്ടെങ്കിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ്. ആ ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ്ങിൻ്റെ കൂടെയാണ് നമ്മൾ ഇൻറ്റു പെർസെൻറ്റേജ് കാണേണ്ടത് കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പല ടൈപ്പിൽ നമുക്ക് ചോദ്യം ചോദിക്കാം, അതൊക്കെ നമുക്ക് കിട്ടണം. ഓക്കെ, ദെൻ അടുത്തതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ ആവറേജ് പീരീഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആഷിഖ് വിഡ്രോ 10,000 പെർ മന്ത്. ഈ പെർ മന്ത് ശ്രദ്ധിക്കുക. പെർ മന്ത് എന്ന് പറഞ്ഞാൽ 10,000 ഇൻറ്റു 12 ചെയ്യണം, ഇൻറ്റു 8% ചെയ്യണം. ദെൻ ബിഗിനിങ് ആണോ എൻഡ് ആണോ അതുപോലെ തന്നെ മിഡിൽ ആണോ നോക്കുക. 6.5/12, 6/12, 5.5/12 കേട്ടോ. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം ചെയ്തിരുന്നു. ഷുവർ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അത്രയും ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ കേട്ടോ. ദെൻ എമൗണ്ട് വിത്ത് ഡിഫറെൻ്റ് ആണ് എങ്കിൽ, അതായത് ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഏപ്രിലിൽ നമ്മൾ 16,000 ആണ് വിഡ്രോ ചെയ്ത്, ജൂൺ 30, ഒക്ടോബർ 31, അത് കണ്ട ഡിഫറെൻറ്റ് ടൈമിൽ ഡിഫറെൻറ്റ് ഡേറ്റുകളിൽ ഡിഫറെൻറ്റ് എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണ് എങ്കിൽ ഇതേപോലെ ഒരു കോളം വരയ്ക്കണം. അതിൽ ഡേറ്റ്, എമൗണ്ട്, ടൈം പീരീഡ് എങ്ങനെ നമുക്ക് കിട്ടുക, എന്നാണ് അക്കൗണ്ടിങ്ങിൽ ക്ലോസ് ചെയ്യുന്നത്. ഇവിടെ കണ്ട 31 മാർച്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 1 മുതൽ 31 മാർച്ച് വരെ 12 മന്ത്സ്, ജൂൺ 30 മുതൽ 31 മാർച്ച് വരെ 9 മന്ത്സ്, അതുപോലെ ഒക്ടോബർ 31 മുതൽ 31 മാർച്ച് വരെ 5 മന്ത്. അങ്ങനെ എത്ര മന്ത് ഉണ്ട് നോക്കുന്നു, അതേ ഇൻറ്റു എമൗണ്ട് ചെയ്ത പ്രോഡക്റ്റ് കിട്ടുന്നു. അതിൻ്റെ ടോട്ടൽ നമുക്ക് 4,30,000 എന്ന് കിട്ടുന്നു. അതിൻ്റെ റേറ്റ് ഇൻറ്റു 1/12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കിട്ടുന്നു. കണ്ടോ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും നമുക്ക് ഷുവറായിട്ട് എക്സാമിന് വരാം. 3 മുതൽ 4 മാർക്ക് വരെയാണ് ചോദിക്കാറ് കേട്ടോ. ദെൻ ഗ്യാരണ്ടി ഓഫ് എ പാർട്ട്ണർ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഒരു പാർട്ട്ണർ ഗ്യാരണ്ടി ആയിട്ട് മിനിമം ഇത്ര രൂപയ്ക്ക് തന്നെ പ്രോഫിറ്റാന്ന് പറഞ്ഞ് ആഡ് ചെയ്ത് വന്നാൽ ഷുവറായിട്ട് നമ്മൾ ആ കാശ് കിട്ടണം, കാശ് കൊടുത്തിരിക്കണം. കൊടുത്തില്ല എങ്കിൽ ബാക്കി തികഞ്ഞില്ല എങ്കിൽ ബാക്കിയുള്ളവരത് വീതിച്ചെടുക്കണം. ഇതിൻ്റെ ചോദ്യവും നമ്മൾ 5 മാർക്കിൻ്റെ പ്രോബ്ലത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇവിടെ മോഹിത്, രോഹനാണ് പാർട്ട്നേഴ്സ്, 2:1 ആണ്. അതിൽ അഡ്മിറ്റ് ആവുന്നത് 1/4 ഷെയറിന് ഗ്യാരണ്ടി പ്രോഫിറ്റ് 50,000 രൂപയ്ക്കാണ്. ആര്? നമ്മുടെ രാഹുൽ. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 1,60,000. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ആദ്യം ഈ 1,60,000 വെച്ചിട്ട് ഇതിൻ്റെ വർക്കിംഗ് നോട്ട് നോക്കണം കേട്ടോ. ഈ 1,60,000 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവർക്ക് എത്ര പേർക്ക് കിട്ടിയത് നോക്കുക. അപ്പോൾ 1,60,000 റോഹൻ്റെ ഷെയർ 40,000 ആണ്, മോഹിത്തിൻ്റെ ഷെയർ 80,000 ആണ്, നമ്മളെ രാഹുലിൻ്റെ ഷെയർ 40,000. അപ്പോൾ എത്ര ഡെഫിഷ്യൻസി എമൗണ്ട്? 10,000 രൂപയാണ് ഡെഫിഷ്യൻസി എമൗണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ്, അപ്പോൾ ബാക്കിയുള്ള 10,000 രൂപ ആരെടുക്കാമെന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാകുന്നത്, ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഇവിടെ വിത്ത് ഗ്യാരണ്ടി ഷെയർ ഓഫ് അറ്റ്ലീസ്റ്റ് 50,000 എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ 10,000 രൂപ ഇപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിലൊന്നും പറഞ്ഞിട്ടില്ല. ഷാൾ ബി മെറ്റ് ആരെടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എടുക്കുന്നില്ല എങ്കിൽ നമ്മളത് ഈക്വലി ഷെയർ ചെയ്ത് പോവുക. അതായത് ഈക്വലി അത് ഷെയർ ചെയ്യുകയാണ് ചെയ്യുക. 10,000 രൂപയിൽ നിന്ന് 2 പേരും 2:1. ഇതിലിപ്പോൾ 2:old റേഷ്യോയിൽ തന്നെ ഷെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയും എത്ര രൂപയ്ക്കാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഡെഫിഷ്യൻസിയിലെ 10,000 രൂപയിൽ 2/3 ഭാഗം മോഹിത്തും 1/3 ഭാഗം രോഹനും കൊടുക്കണം. അപ്പോൾ അത് അവർ പ്രോഫിറ്റിൽ നിന്ന് അവർ മൈനസ് ചെയ്യുന്നു കേട്ടോ. എന്നിട്ട് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചിട്ട് ഇതുപോലെ ഓരോരുത്തർക്ക് എത്ര രൂപ ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ് എഴുതി. മോഹിത്തിൻ്റെ എത്ര ക്യാപിറ്റൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ് 80,000 ആയിരുന്നു, അതിൽ ഡെഫിഷ്യൻസി കൊടുത്തു, ബാക്കിയുള്ളത്. റോഹന് 40,000 ആയിരുന്നു, അതിൽ ഷെയർ ഓഫ് പ്രോഫിറ്റിൽ നിന്ന് ഡെഫിഷ്യൻസി കൊടുത്തു, ബാക്കിയുള്ളത് ഔട്ടറിലേക്ക് എഴുതി. രാഹുലിൻ്റെ ക്യാപിറ്റൽ 40,000 ആയിരുന്നു, ഇവിടെ നിന്ന് കിട്ടിയത് റിസീവ് ചെയ്തത് ഔട്ടറിലേക്ക് എഴുതി. കണ്ടോ, ഈ ഒരു ഫോർമാറ്റിൽ ഇത് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ 1-ാം പാഠത്തിൽ നമ്മൾ പഠിച്ചത്. ദെൻ ഇതിലൊരു പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്ന് ജസ്റ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ പ്രോബ്ലം അത്ര നിർബന്ധമല്ല. അപ്പോൾ ഏറ്റവും അധികം പഠിക്കേണ്ട പ്രോബ്ലംസും തിയറീസും ഇപ്പോൾ ഇതിൽ കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞത് നോക്കുക. ദെൻ അപ്പോൾ പ്രോബ്ലം അതുപോലെ തന്നെ തിയറി ഒക്കെ ഒന്ന് നോക്കുക. ഇനി കമ്പ്യൂട്ടറൈസ്ഡിൻ്റെ സെക്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് റീകൺസ്റ്റിറ്റ്യൂഷൻ്റെ ചെറിയൊരു തിയറി പോർഷൻ ഒന്ന് നോക്കി നോക്കാം. അതായത് എന്ത് എക്സിസ്റ്റിംഗ് എഗ്രിമെൻറ്റിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാലും റീകൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് നടത്തണം. അതിൻ്റെ ഭാഗമായിട്ട് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് എഫക്റ്റ് വരുന്നത്. പിന്നെ ഇതിൽ പഠിക്കേണ്ടത് ഡിഫറൻസ് ഒക്കേഷൻസ് ഓർ മോഡ്സ് ഇൻ വിച്ച് റീകൺസ്റ്റിറ്റ്യൂഷൻ ടേക്ക് പ്ലേസ്. എപ്പോഴൊക്കെയാണ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് റേഷ്യോ, അഡ്മിഷൻ, റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത്. പിന്നെ 2 മെയിൻ റൈറ്റ്സ് ഏതൊക്കെയാണ്, വാട്ട് ആർ ദ 2 മെയിൻ റൈറ്റ് അക്വയർഡ്
അക്വയർഡ് ബൈ എ ന്യൂ പാർട്ട്ണർ. ഏതൊക്കെയാണ്? റൈറ്റ് ടു ഷെയർ ദ അസറ്റ് ഓഫ് ദി ഫേം, റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദി ഫേം. ദെൻ എനി 3 അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓൺ ദ അഡ്മിഷൻ, അതായത് ക്യാപിറ്റൽ മാറ്റണം, ന്യൂ പ്രോഫിറ്റ് മാറ്റണം, ഗുഡ് വില്ല് ട്രീറ്റ് ചെയ്യണം. ദെൻ ജേണൽ എൻട്രീസ് ആണ്. സാക്രിഫൈസ് റേഷ്യോ എന്താണെന്നുള്ളത് ചോദിക്കും. സാക്രിഫൈസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ദ ഓൾഡ് പാർട്ട്നേഴ്സ് എഗ്രി ടു സാക്രിഫൈ ദെയർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ഫേവർ ഓഫ് ഇൻകമിങ് പാർട്ട്ണർ. പുതുതായിട്ട് ആൾക്കാർ വരുന്നതിന് പഴയ പാർട്ട്നേഴ്സ് തമ്മിൽ എന്താ പറയുക, സാക്രിഫൈസ് ചെയ്യുന്ന ആ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ആ ഒരു പോർഷനെയാണ് നമ്മൾ സാക്രിഫൈസ് റേഷ്യോ നമ്മൾ വിളിക്കുന്നത്. ഗുഡ് വിൽ എന്ന് വെച്ചാൽ എന്താണ്? ദ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് ദി ഫേം ആണ് ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് എക്സ്പെക്റ്റഡ് ഇൻ ഫ്യൂച്ചർ ഓവർ ആൻഡ് എബവ് ദ പ്രോഫിറ്റ്. അതായത് ഫ്യൂച്ചറിൽ കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു വാല്യൂവിനെ, ആ റെപ്യൂട്ടേഷനെ നമ്മൾ അളക്കുന്നതാണ് ഗുഡ് വിൽ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ എഫക്റ്റുകൾ നേച്ചർ ഓഫ് ബിസിനസ്, എഫിഷ്യൻസി, മാനേജ്മെൻറ്റ്, ലൊക്കേഷൻ ആൻഡ് മാർക്കറ്റ് കേട്ടോ. ദെൻ അപ്പോൾ ഇത്രയും ചെറിയൊരു പോർഷനേ നമുക്കുള്ളൂ. ഇനി നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡിലേക്ക് പോവാം. കമ്പ്യൂട്ടറൈസ്ഡിൽ ചാപ്റ്റർ 1 ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ആണ്. മീനിങ് പഠിക്കണം. എ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഇസ് എ സിസ്റ്റം യൂസ്ഡ് ബൈ ദ ബിസിനസ് ഫോർ റെക്കോർഡിംഗ് ആൻഡ് അനലൈസിംഗ് ഫിനാൻഷ്യൽ ഡാറ്റ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കമ്പ്യൂട്ടർ ആൻഡ് വാരിയസ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ. അതായത് കമ്പ്യൂട്ടറിൻ്റെയും അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൻ്റെയും സഹായത്തോടെ ചെയ്യുന്ന ഒരുപാട് ബിസിനസ് റെക്കോർഡ്സും അനലൈസും ഫിനാൻഷ്യൽ ഡാറ്റ ഒക്കെ തയ്യാറാക്കുന്നതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഫീച്ചേഴ്സ് പഠിക്കാം. സിമ്പിൾ ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് ആണ്. ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കും. എക്യുറസി ആൻഡ് സ്പീഡ്, സ്കാലബിലിറ്റി, റിലയബിലിറ്റി, ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. കമ്പോണൻസ് പഠിക്കുക. 5 കമ്പോണൻസ് ആണ് ഉള്ളത്. പ്രൊസീജിയർ, ഡാറ്റ, പീപ്പിൾ, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഈ കമ്പോണൻസിന് നമ്മൾ 5 പില്ലേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ നിന്നാണ് വിളിക്കുന്നത്. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് അല്ലേ? ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട ഓരോ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ പ്രൊസീജിയർ എന്ന് വിളിക്കുന്നത്. ഡാറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് ആണ്. പീപ്പിൾ എന്ന് പറഞ്ഞാൽ ദ ഹ്യൂമൻ വെയർ അല്ലേ? ആരാണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നത്? അവരാണ്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, നമുക്ക് കാണാൻ കഴിയുന്നത്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോഗ്രാംസ് വിച്ച് പുട്ട് ദ ഹാർഡ്വെയർ ടു ഫങ്ഷൻ അല്ലേ? നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹാർഡ്വെയർ അടക്കം നല്ല രീതിയിൽ അതിൻ്റെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അക്കൗണ്ടിങ് സൈക്കിൾ, അതിൻ്റെ സ്റ്റെപ്പുകൾ ഒന്ന് ജസ്റ്റ് വായിച്ചു വയ്ക്കാൻ മതി. ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു, ട്രയൽ ബാലൻസ്, അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രീസ്, ട്രയൽ ബാലൻസ് പിന്നെയും ക്ലോസ് ചെയ്യുന്നു, ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നു. എന്താണ് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ളത് നോക്കുക. അതായത് പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് ടുഗദർ ദ സിമിലർ നേച്ചർ, അതെ കുറേ അക്കൗണ്ട്സ് തന്നിട്ട് അതിൽ സിമിലർ നേച്ചറിനുള്ള നമ്മൾ ഗ്രൂപ്പ് ആക്കുക. അതായത് അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ, എക്സ്പെൻസസ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇൻകംസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചത്. അസറ്റ്, ഫിക്സ്ഡ് അസറ്റ് ഉണ്ട്, കറണ്ട് അസറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് നല്ല രീതിയിൽ നോക്കുക. എന്താണ് കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് റെഫേഴ്സ് ദ പ്രോസസ് ഓഫ് അലോട്ടിംഗ് കോഡ്സ് ടു അക്കൗണ്ട്സ്. കോഡ് മേ ബി നമ്പർ, സിമ്പിൾ, ലെറ്റർ. അതായത് കോഡ് കൊടുക്കുക, അതായത് നമ്പറായിട്ടോ സിമ്പിളായിട്ടോ കൊടുക്കുന്നതിനെയാണ് നമ്മൾ കോഡിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. സീക്വൻഷ്യൽ കോഡ് ഉണ്ട്, ബ്ലോക്ക് കോഡ് ഉണ്ട്, ന്യൂമോണിക് കോഡ് ഉണ്ട്. സീക്വൻഷ്യൽ കോഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ CM001 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഓർഡറിൽ ഇപ്പോൾ രജിസ്റ്റർ നമ്പറൊക്കെ പോലെ ഓർഡറിൽ 001, 002, 003 എന്നൊക്കെ പറയാം. ബ്ലോക്ക് കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടീഷൻ ഇൻ ടു സബ് റേഞ്ചസ്. ഈച്ച് സബ് റേഞ്ച് അലോട്ടുണ്ട് സ്പെസിഫിക് ഗ്രൂപ്പ്. ഓരോന്നും ഓരോ റേഞ്ചിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ 111 എന്ന് ടെലിവിഷനിൽ അതായിരിക്കും, മൊബൈൽ ഫോണിന് വേറെ കോഡ്, റെഫ്രിജറേറ്ററിന് വേറെ കോഡ് അല്ലേ? ഇപ്പോൾ നമുക്ക് സയൻസുകാർക്ക് വേറെ കോഡ്, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ്, അതിനൊക്കെ ഓരോ കോഡുകൾ വെക്കില്ല സെപ്പറേറ്റ് സബ് ഗ്രൂപ്പുകൾക്ക്. ന്യൂമോണിക് കോഡ് എന്ന് പറഞ്ഞാൽ അബ്രീവിയേഷൻ എന്നൊക്കെ നമുക്ക് പറയാം, ഷോർട്ട് നോട്ട്. ഇപ്പോൾ പാലക്കാട്, അപ്പോൾ നമ്മൾ PLT അല്ലെങ്കിൽ ട്രിവാൻഡ്രം, തൃശ്ശൂർ എന്നൊക്കെ നമ്മൾ ഷോർട്ട് ഫോം എടുക്കില്ലേ, അതാണ് ന്യൂമോണിക് കോഡ്. ദെൻ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് പഠിക്കുക. പാസ്വേഡ് സെക്യൂരിറ്റിൻ്റെ, ഡാറ്റ ഓഡിറ്റിൻ്റെ, ഡാറ്റ വോൾട്ട് ഉണ്ട് കേട്ടോ. മെറിറ്റ് പഠിക്കണം, ഷുവറാണ്. ടൈമിലി നമുക്ക് റിപ്പോർട്ട്സ് കിട്ടുന്നു, സേവ് ടൈം ആൻഡ് മണി, കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടാവും, ഡോക്യുമെൻറ്റ് പ്രിപ്പറേഷൻ, ട്രാൻസ്പെറൻറ്റി, റിലയബിലിറ്റി, ഒരുപാട് മെറിറ്റ് ഉണ്ട് കേട്ടോ. ദെൻ ഡിമെറിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും എന്താ പറയുക, ഡേഞ്ചേഴ്സ് ഓഫ് സ്റ്റീലിംഗ് ഓഫ് ഡാറ്റ, മേ ബി ഡാറ്റ ഒക്കെ ഹാക്ക് ചെയ്യാം, ടെക്നോളജിയുടെ ഇഷ്യൂസ് വരാം, സ്കിൽഡ് പേഴ്സൺ, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവർ തന്നെ വേണമല്ലോ, അതില്ലാതെ വരാം. ചാൻസ് ഓഫ് ലോസ് ഓഫ് ഡാറ്റ ഡ്യൂ ടു വേരിയസ് റീസൺ അല്ലേ? നമ്മൾ തന്നെ പറയാറുണ്ടല്ലേ, ഫോൺ ഹാങ് ആയി അല്ലെങ്കിൽ ഫോണിൽ ഡാറ്റകൾ പോയി, ഡിലീറ്റ് ആയി പോയി എന്നൊക്കെ പറയാറില്ലേ? അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം, കോസ്റ്റ് ഉണ്ടാവാം. ഓക്കെ. ദെൻ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം, സബ് സിസ്റ്റം, അത് എക്സാമിന് അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ എന്തായാലും ജസ്റ്റ്
ഒന്ന് നോക്കിയാൽ മതി. ഇൻവെൻട്രിയിൽ എന്തൊക്കെ വിടുന്നു, ക്യാഷ് ആൻഡ് സെയിൽസ്, പേറോൾ അക്കൗണ്ടിങ്, ഫിക്സ്ഡ് അസറ്റ് അക്കൗണ്ടിങ്, പർച്ചേസ് അക്കൗണ്ട്, ഫിക്സ്ഡ് അക്കൗണ്ട്, ടാക്സ് അക്കൗണ്ട്, അത് നമുക്ക് ഓരോ സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, മെറിറ്റ്സ്, 5 പില്ലേഴ്സ്, കോഡിഫിക്കേഷൻ, ടൈപ്സ് ഓഫ് കോഡൊക്കെയാണ്. ചാപ്റ്റർ 2ലേക്ക് കിടക്കുമ്പോൾ സ്പ്രെഡ്ഷീറ്റ് ആണ്. സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഫ്റ്റ്വെയർ ആണ് വിച്ച് അലോസ് ടു യൂസർ ടു അറേഞ്ച് ഹ്യൂജ് വോളിയം ഓഫ് ഡാറ്റ ഇൻ ടു ടേബിളർ ഫോം. അല്ലേ, വലിയൊരു ഡാറ്റയെ ടേബിളർ ഫോമിലേക്ക് മാറ്റുന്നതിനെയാണ് സ്പ്രെഡ്ഷീറ്റ്. അവിടെ നമ്മൾ കാൽക്കുലേഷൻസും അരിത്തമെറ്റിക്കും അറേഞ്ച് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, ചാർട്ട് വരെ ഉണ്ടാക്കുന്നു. അല്ലേ, ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലിബർ ഓഫീസ് കാൽക്ക്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? അനലൈസ് ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെയാണ്. ദെൻ അവിടെ വർക്ക് ഷീറ്റും വർക്ക് ബുക്കൊക്കെ ഉണ്ടായിരിക്കും. ഫീച്ചേഴ്സ് നോക്കുക. ഈസി കാൽക്കുലേഷൻ ആണ്, വാട്ട് ഇഫ് കാൽക്കുലേഷൻ ഉണ്ട്, സെർവർ ആസ് ഡാറ്റാബേസ്, അറേഞ്ചിങ് ഡാറ്റ, ഡൈനാമിക് ചാർട്ട്സുകളുണ്ട്. ദെൻ കമ്പോണൻസ് ഓഫ് ലിബർ ഓഫീസ് കാൽക്ക്. ഇതാണ് ലിബർ ഓഫീസ് കാൽക്ക്. ഇതിൻ്റെ കമ്പോണൻസ് നോക്കുക. റേഞ്ച് ഉണ്ട്, അതായത് കുറച്ച് വാല്യൂസ്, സെല്ലുകൾ, ഓരോ ബോക്സിന് സെല്ലുകൾ, കോളംസ് ഉണ്ട്, റോസ് ഉണ്ട്, വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ. റോ എന്ന് പറഞ്ഞാൽ ഹൊറിസോണലാണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സെൽ അഡ്രസ് ഉണ്ടായിരിക്കും. ദെൻ ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെക്ഷനിലാണ് വരിക. ഓക്കെ, ദെൻ കമ്പോണൻസ് ഓഫ് ഫോർമുല, സെൽ റഫ്, 3 തരം ഫോർമുലകൾ നമുക്കുണ്ട്. സെൽ റഫുകളുണ്ട്, റിലേറ്റീവ് സെൽ റഫ് ഉണ്ട്, ആബ്സല്യൂട്ട്. റിലേറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫോർമുല ഒരൊറ്റ ടൈപ്പിൽ ചെയ്താൽ ബാക്കിയൊക്കെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി വരും അതിൻ്റെ ആൻസർ. ആബ്സല്യൂട്ട് റെലഫ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു കോപ്പി ഓരോന്നിനും നമ്മൾ ഒപ്പം ഫോർമുലകൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ആബ്സല്യൂട്ട് സെൽ റഫ് കേട്ടോ. ദെൻ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് അറിയാം, പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, പെർസെൻറ്റേജ്, അതൊക്കെയാണ് ഓപ്പറേഷൻസ്. ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻ, ലോജിക്കൽ ഫങ്ഷൻ, മാത്തമാറ്റിക്കൽ, ടെക്സ്റ്റ് ഫങ്ഷൻ, സ്പ്രെഡ്ഷീറ്റ് ഫങ്ഷൻ. അതിൽ ഡേറ്റ് ആൻഡ് ടൈം അറിയാലോ, ടുഡേ, നൗ, ഇയർ, മന്ത്, ഡേ, ഡേറ്റ് വാല്യൂ, അതായത് ഇതെല്ലാം അടങ്ങിയതാണ് ഡേറ്റ് ഫംഗ്ഷൻ. ഒരു ഡേറ്റുമായി ബന്ധപ്പെട്ട ടുഡേ, ഇന്ന് എത്രാം തീയതിയാണ്, എപ്പോഴാണ്, ഏതാണ് വർഷം, ഏതാണ് മാസം, ഏതാണ് ഡേ, ഏതാണ് ഡേറ്റിൻ്റെ വാല്യൂ ഒക്കെ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനിൽ കൗണ്ടും, കൗണ്ട് ചെയ്യും, കൗണ്ട് ബ്ലാങ്ക്, കൗണ്ട് ഇഫ്. അതെന്താണ്? നമ്മൾ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാൻ, എം ടി സെല്ല് എത്ര ബ്ലാങ്ക് ആയി കിടക്കുന്നുണ്ടെന്ന് അറിയാൻ. പിന്നെ കൗണ്ട് ചെയ്യുന്ന പോലെ എത്ര സെല്ല് നമുക്ക് റേഞ്ചിലുണ്ടെന്ന് അറിയാനായിട്ട്. ദെൻ ലോജിക്കൽ ഫങ്ഷൻസ് പറയുമ്പോൾ ഇഫ് ഉണ്ട്, നെസ്റ്റഡ് ഇഫ് ഉണ്ട്, ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട്, ഇതൊക്കെയാണ് ലോജിക്കൽ ഫങ്ഷൻ. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് സം ഇഫ്, റൗണ്ട്, റൗണ്ട് അപ്പ്, അതായത് മുകളിലേക്ക് റൗണ്ട് ചെയ്യാൻ, താഴത്തോട്ട് റൗണ്ട് ചെയ്യാനൊക്കെയാണ് റൗണ്ട്, റൗണ്ട് അപ്പ്, റൗണ്ട് ഡൗൺ ഒക്കെ യൂസ് ചെയ്യണം. ടെക്സ്റ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് കൊടുക്കും. കോൺകാറ്റിനേറ്റ് എന്ന് വെച്ചാൽ 2 സ്ട്രിങ്ങുകൾ തമ്മിൽ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കോൺകാറ്റിനേറ്റ്. ലുക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർട്ടൻ വാല്യൂസ് ഇന്ന സ്ഥലത്തുണ്ടോ എന്ന് നമ്മൾ സെർച്ച് ചെയ്യാനായിട്ടാണ്. വി ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലുക്കപ്പാണ്. എച്ച് ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ ലുക്കപ്പ് ആയിരിക്കും. ദെൻ എക്രിനെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്രൂഡ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. റേറ്റ് എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ടാണ്. ദെൻ സമ്മിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമുക്ക് കുമുലേറ്റീവ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ടാണ്. ദെൻ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ, അതുപോലെ തന്നെ പീരിയോഡിക്കലി എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് കണ്ടുപിടിക്കാൻ PMT. അങ്ങനെ ഒരുപാട് കുറച്ച് പഠിക്കുക, ഒരു 3-4 എണ്ണമൊക്കെ പഠിച്ചാൽ മതി. അപ്പോൾ ഇത്രയും മതി നമുക്ക് ഈ പാഠത്തിൽ നിന്ന് കേട്ടോ. അപ്പോൾ ചാപ്റ്റർ 1, ചാപ്റ്റർ 2 കമ്പ്യൂട്ടറൈസ്ഡ് നോക്കിക്കഴിഞ്ഞു. അപ്പോൾ എത്രയും വേഗം ഒന്ന് ഓട്ടിച്ചിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ എവ്രി വൺ, താങ്ക് യു സോ മച്ച്.